നമസ്കാരം. IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനെ പറ്റിയാണ്. സോ എന്താണ് ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇതിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ കുറെ ഹൈപ്പ് ഉണ്ട്, ഹൈപ്പ് വേഴ്സ് റിയാലിറ്റി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ മാക്സിമം ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാതെ ലേമാൻ ടേംസിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അതുപോലെ ടെക്നിക്കൽ ടേംസ് മിനിമമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് എന്താണെന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് പറയാം. അപ്പോൾ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്കും അത് മനസ്സിലാകും. ഇത് കൂടാതെ തന്നെ ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു IT-കാരുടെ മാത്രം ഒരു ജോലി സാധ്യത ഉള്ള ഒരു കാര്യമല്ല. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാർക്കും ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗോട്ട് വരാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു അങ്ങനത്തെ ഉള്ള ഒരു സ്കോപ്പ് എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. സോ ഫസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താന്ന് പറയാം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു AI പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു AIയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാം പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ആണ്. നമ്മൾ ഈ AIയോടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ChatGPT-യോടൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യത്തിനാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അതിനുള്ള ആൻസേഴ്സ് ആ ഓരോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓരോ AI മോഡൽസും അത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനെ, ആ പ്രോംപ്റ്റിനെ പ്രോസസ് ചെയ്ത് അതിനറിയാവുന്ന ഇൻഫർമേഷനും ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എന്നിട്ട് അതിനൊരു റിസൾട്ട് വരും. സോ അതാണ് നമുക്ക് ഈ ആൻസേഴ്സ് ആയിട്ട് കിട്ടുന്നത്. സോ അത് ആ ഒരു പ്രോംപ്റ്റിന് അനുസരിച്ചുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സാധാരണ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ജനറലി ചോദിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പം വലിയൊരു ലാർജർ വോളിയം ആയിരിക്കും ഓഫ് ഡേറ്റ ആയിരിക്കും. ആ ഡേറ്റയ്ക്കകത്തു നിന്നുള്ള ഇന്റലിജൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ അൽഗോരിതംസ് ഒക്കെ വെച്ച് പ്രോസസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് പ്രോസസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വർക്ക് ആവത്തില്ല. നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും കൃത്യമായിട്ടുള്ള അനാലിസിസും ഇന്റലിജൻസും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്ത പ്രോംപ്റ്റ്സ് ആയിരിക്കും ചോദിക്കുക. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എഞ്ചിനീയറിംഗ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിന്റെ ആ ഒരു AI മോഡൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ആ AI മോഡൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അതെങ്ങനെയാണോ ചിന്തിക്കുന്ന അനുസരിച്ച് അത് കൂടാതെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് AI മോഡലിന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ പറഞ്ഞു കൊടുത്ത് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ബേസ് ചെയ്തിട്ട് കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ AI മോഡൽസ് ജനറേറ്റ് ചെയ്യും. സോ ആ റിസൾട്ട് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ആ റിസൾട്ട് എടുക്കുന്ന പരിപാടിയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ശരിക്കും ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്. സോ ഇവിടെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ജോബ് റോൾ വരുന്നത്. അപ്പൊ ശരിക്കും ഇങ്ങനൊരു ജോബ് റോളിന്റെ ആവശ്യം എന്തുവാണ്? കാരണം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ChatGPT-യോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടാത്ത ഇൻഫർമേഷൻ ഒന്നുമില്ല, എല്ലാം കിട്ടും. ശരിക്കും അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ IT എനേബിൾഡ് ആയിട്ടാണ് മിക്കവാറും എല്ലാ ഇൻഡസ്ട്രീസിലും മാറിക്കൊണ്ടിരിക്കുന്നത്. IT പണ്ടൊരു പ്രത്യേക ഒരു ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാ ഇൻഡസ്ട്രിയിലും വൈഡ് സ്പ്രെഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിന്റെ കൂട്ടത്തിലാണ് ഈ AI-യും മെഷീൻ ലേണിംഗും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ ഈ ഓരോ ഇൻഡസ്ട്രിയിലോട്ടും കൂടെ കയറി പിടിക്കാൻ തുടങ്ങുന്നത്. ഈ IT എനേബിൾഡ് അതിന്റെ പുറകെ തന്നെ ഈ AI-യും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അനലിറ്റിക്സും അതിനകത്ത് ഈ IT എനേബിൾഡിനകത്ത് കൂടുതൽ പവർ കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ആയിട്ട് AI മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അഗ്രികൾച്ചർ എടുത്താൽ പോലും അതിൻ്റെ അകത്തും AI-യുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ഫാർമസ്യൂട്ടിക്കൽ എടുത്താൽ പണ്ടുപോലെ AI ഉപയോഗിക്കുന്ന മീൻസ് പണ്ടുപോലെ ഇതുപോലുള്ള അൽഗോരിതംസും ഓട്ടോമേഷനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ. അതും ഇപ്പം AI-യും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര സ്ട്രോങ് ആയി. അതുപോലെ തന്നെ ഈവൻ ഡിഫൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഒരു വെയർ ഹൗസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഇപ്പം നമ്മൾ AI ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ AI ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിസർച്ചേഴ്സിന്റെ ഒക്കെ ഒരു ആവശ്യകത കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രി സെഗ്മെന്റ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒരാൾക്ക് എൻട്രി വരിക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ബേസിക്കലി ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോബ് റോൾ എന്തിനാണ് ആ ഒരു ഏരിയയിൽ വേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു നമുക്കിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം മണപ്പുറമോ അല്ലെങ്കിൽ മുത്തൂറ്റോ അല്ലെങ്കിൽ
ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അതുപോലെ ജൂപ്പിറ്റർ, അല്ലെങ്കിൽ FI ഫിനാൻസ്, അതുപോലെ അങ്ങനെ കുറെ ഫിൻടെക് കമ്പനീസ് ഇഷ്ടംപോലെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ലോൺസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ മാർക്കറ്റ്, സ്റ്റോക്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യത്തിലൊക്കെയാണ് ഇവരെല്ലാം വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ നോക്കുമ്പം ഇവർക്ക് ഈ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് സ്റ്റഡി നടത്തണം. അല്ലെങ്കിൽ ഇവര് കസ്റ്റമേഴ്സിനെ ഇവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു നോളജ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടായിരിക്കണം. അപ്പൊ ഇതിനെ ഇവരൊരു ഇത്ര വർഷത്തെ കാര്യങ്ങൾ ഇവര് അനലൈസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇതേ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഭയങ്കര എക്സ്പെർട്ടീസ് വേണ്ട, ഒരു ഹ്യൂമൻസിനെ വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ ഭയങ്കര എക്സ്പെർട്ടീസ് വേണ്ട ഒരു ഏരിയ ആണ് അത്. ഇപ്പൊ AI അല്ലെങ്കിൽ ഒരു AI മോഡലിനെ അത് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, AI മോഡലിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വേണ്ട ആൻസേഴ്സ് അത് മനസ്സിലാക്കി, അത് അനലൈസ് ചെയ്ത് അതിന്റെ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പൊ ആ ഒരു റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് ഹ്യൂമൻ ഇന്റലിജൻസും ബേസിക്കലി കോമൺ സെൻസും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിനെ വെച്ചിട്ട് നമുക്ക് കസ്റ്റമറിന് വേണ്ട കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ അകത്ത് തന്നെ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെയുള്ള തീരുമാനങ്ങളും അല്ലെ അഡ്വൈസുകളും അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ ഐറ്റംസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു എന്താ പറയാ, ഈ വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് കൊണ്ടുവരുന്ന റിസൾട്ടിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവര് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോംപ്റ്റ് അതുപോലെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ AI കൊണ്ട് കൃത്യമായിട്ടുള്ള പണി എടുപ്പിച്ച് എടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ സാധ്യത നമ്മൾ നോക്കുമ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജനറിക് ആയിട്ട് ജസ്റ്റ് എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സ്കോപ്പ് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ AI പ്ലാറ്റ്ഫോംസ് തന്നെ അത് ഒരു ലേമാന് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറി. ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് ഒരു പ്രോംപ്റ്റ് ചോദിച്ചാൽ പോലും അതിനെ ഈ AI ആ പ്രോംപ്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോംപ്റ്റിനെ കൂടുതൽ എൻഹാൻസ് ചെയ്തിട്ടാണ് AI ശരിക്കുമുള്ള ഇപ്പൊ GPT ചോദിക്കുന്നത്. ഇപ്പൊ ചാറ്റ് GPT നോക്കുകയാണെങ്കിൽ ചാറ്റ് പ്ലസ് GPT ആണ്. അപ്പൊ ചാറ്റിൽ വരുന്ന ആ ഒരു പ്രോംപ്റ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ, അതിനെ കൃത്യമായിട്ടുള്ളൊരു പ്രോംപ്റ്റിലോട്ട് മാറ്റിയിട്ടാണ് GPT അത് ചോദിക്കുന്നത്. എന്നിട്ട് അത് ബേസ് ഉള്ള റിസൾട്ട് ആണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ എന്താ പറയാ, യൂസേഴ്സിന് കുറച്ചുകൂടെ എന്താ പറയാ യൂസർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഒരു ലെഗസി ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആ ഒരു രീതി മാറിയിട്ട് ഇപ്പൊ മോർ ടെക്നിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ഓറിയന്റൽ ആ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ ജോബ് ഭയങ്കര റിസ്കിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ ഒരു ഡൊമൈൻ സ്പെഷ്യലൈസേഷൻ എടുത്ത് അവര് അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ പുതിയതായിട്ട് ഒരാൾ ഈ ഒരു ഏരിയയിലോട്ട് വരുവാണെങ്കിൽ രണ്ട് സാധ്യതകളുള്ളത്. ഒരു ഫ്രഷർ ആയിട്ട് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അവര് ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ജോലിക്ക് പോവുക. അപ്പോൾ അവിടെ ഒരു വാല്യൂ ഉണ്ട്. കാരണം ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റികൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്ത്, ഇപ്പൊ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിന്റെ അകത്ത് ഇപ്പം BCom അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ അതും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് വരാൻ പറ്റും. ഇത് മാത്രമല്ല, നമുക്ക് കുറച്ച് സോഫ്റ്റ് സ്കില്ലും വേണം. എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം, കുറച്ച് അനലിറ്റിക്കൽ സ്കില്ലും വേണം. അതുകൂടാതെ തന്നെ കോഡിങ്ങിനെ പറ്റി അല്ലെ കോഡിങ്ങിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ചെറിയ ചെറിയ കോഡുകൾ എഴുതാനോ അല്ലെങ്കിൽ API പറ്റിയോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ആ ഒരു പ്രൊഫൈലിന് കുറച്ചുകൂടെ വെയിറ്റ് തരുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പൊ എല്ലാം നമ്മൾ ഡയറക്റ്റ് പോയിട്ട്
ഈ എന്താ പറയാ ചാറ്റ് GPT പോലെ ചാറ്റ് പ്രോംപ്റ്റിലായിരിക്കത്തില്ല. ചിലപ്പോൾ API ബേസ് ചെയ്തിട്ടുള്ള അല്ലെ പ്രോഗ്രാമിക്കലി ആയിരിക്കും നമ്മൾ ഈ ഇതിനോടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്തിട്ട് പ്രോഗ്രാം വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ഇത് കണക്ട് ചെയ്യും. അതുപോലെ പല രീതിയിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സോഫ്റ്റ്വെയർ സൈഡിൽ അല്ലെങ്കിൽ ഒരു പൈത്തൺ പോലുള്ള കോഡുകൾ അല്ലെ അതിൻ്റെ അകത്ത് കോഡിങ്ങിൽ ഒരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് സ്കില്ലും കൂടാണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു ജോബ് റോളിലോട്ട് വരുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സോഫ്റ്റ്വെയർ ഏരിയയിലോ അല്ലെങ്കിൽ ഇപ്പൊ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിലോ ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ, അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോൾ. കാരണം നിങ്ങൾ അവിടെ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഒരു ലാംഗ്വേജ് എന്നുള്ള സ്കില്ലും കൂടെ ഉണ്ട്, നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡ് ലെവൽ അല്ലെങ്കിൽ ഒരു സീനിയർ ലെവലിലോട്ട് ഉള്ള ജോബ് കിട്ടും. അവിടെ ലക്ഷങ്ങൾ സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ്. ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനകത്ത് ലക്ഷങ്ങൾ സാലറി വരുന്ന അവിടെയാണ്. ഒരു 6 വർഷം ഒരു 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ അത്രയും തന്നെ വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ആ ഒരു ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആള്, അല്ലെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട ഹെൽത്ത് കെയറിൽ ഉള്ള ഒരു നേഴ്സ് ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തൊക്കെ പല രീതിയിലുള്ള എന്താ പറയുക ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെതായിട്ടുള്ള പുതിയ AI ബേസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് വരുന്ന പല കമ്പനികളും ഉണ്ട്. അപ്പൊ ആ കമ്പനികളിലൊക്കെ ഇവർക്കെല്ലാം വേക്കൻസീസ് ഉണ്ട്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇൻ കേസ് ഫ്രഷറായിട്ട് കയറുന്ന ആളെ സംബന്ധിച്ചുള്ള ഈ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡിഗ്രി പാസ്സായി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സാധാരണ നോർമൽ സാലറി ആയിരിക്കും. അതേപോലെ തന്നെ അവര് ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതനുസരിച്ചായിരിക്കും അവർ ആ ഒരു ഇതിലോട്ട് ഗ്രോ ചെയ്തത്. പക്ഷെ സ്റ്റിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ ഒരു ഇൻഡസ്ട്രി അല്ലെ ആ ഒരു ഡൊമൈൻ ബേസ് ചെയ്തിട്ട് അതിനകത്ത് ഗ്രോ ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറെ കൂടെ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക കരിയർ ലാഡേഴ്സ് അവർക്ക് കയറാൻ പറ്റും. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രെൻഡ് പോകുന്നത്. അപ്പോ ഇത് ആർക്ക് അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നുള്ള ഒരു കാര്യമല്ല. ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാം, അതിനുള്ള ജോലി സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിലായിരിക്കണം, അതായത് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് പോവാണ് നിങ്ങൾക്ക് ഭാവിയിൽ കരിയർ എന്നുള്ള രീതിയിലോട്ട് നോക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഇതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ ഫീഡ്ബാക്കുകൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ കമന്റ് സെക്ഷൻ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും കമന്റ്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.